എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട് പാടത്തിൻ്റെ അരികിലാണ്. വർഷത്തിൽ പല പ്രാവശ്യവും ഞങ്ങളുടെ വീടുകളിൽ വെള്ളം കയറാറുണ്ട്. വെള്ളം കയറുന്നതിനോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വന്ന് കയറാറുണ്ട്. ഇത് വൃത്തിയാക്കാൻ ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. സ്കൂൾ ഇന്നൊവേഷൻ മാരത്തോണിൻ്റെ പ്രോജക്റ്റിൽ ഞങ്ങൾ ഈ പ്രശ്നം തന്നെയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ പേര് ഗൗരി നന്ദന എന്നാണ്. എൻ്റെ കൂടെ സുരഭിയും അനാമികയും ഇതിൽ പങ്കാളിത്തം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് ഹൈസ്കൂൾ തെക്കേക്കര എന്നാണ്. ജലാശയങ്ങളും പാടശേഖരങ്ങളും നിറഞ്ഞ പ്രദേശമാണ്. ഇവിടുത്തെ ജലസ്രോതസ്സുകളെല്ലാം വിവിധ തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പോളകളും നിറഞ്ഞ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഹൗസ് ബോട്ടുകളിൽ നിന്ന് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങളെ മാലിന്യ കൂമ്പാരമായി മാറ്റിയിരിക്കുന്നു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധമുണ്ടായാൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും. പുഴയിടത്തിലേക്ക് വെള്ളം കയറുന്ന ഭാഗത്തിൻ്റെ അത്രയും നീളത്തിൽ കയർ കൊണ്ടുള്ള നെറ്റ് വിരിച്ച് കുപ്പി, പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ തടയാൻ എന്ന പരിഹാര മാർഗമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള മുതിർന്നവരോടും രക്ഷിതാക്കളോടും ചോദിച്ചു. സ്കൂളിൻ്റെ അടുത്തുള്ള കർഷകരോട് മറ്റു പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പരിഹാരത്തിന് സഹായമായി. കയർ നെറ്റിന് പകരം നമ്മൾ ചാർട്ട് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി 4 മീറ്റർ വീതിയുള്ള കയർ നെറ്റ് പുരയിടത്തെ നീളത്തിൽ ഉപയോഗിക്കുന്നു. വീതിയിൽ 2ആയി മടക്കി താഴത്തെ ഭാഗം സമനിരപ്പിനോട് ചേർത്ത് കുറ്റി ഉപയോഗിച്ച് ഉറപ്പിക്കണം. മുകളിലത്തെ ഭാഗം 1.5 മീറ്റർ ഉയരത്തിൽ കുറ്റിയിൽ ഉറപ്പിക്കുന്നു. വെള്ളത്തിന്റെ ഒഴുക്കിനെതിരായി തുറന്നിരിക്കുന്ന വടി കുപ്പി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്ന് തടയുന്നു. വെള്ളം താഴ്ന്നതിനു ശേഷം ഈ കരമാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നു. പ്രദേശത്തുള്ള എല്ലാവരും ഇതേ രീതിയിൽ ഖരമാലിന്യങ്ങൾ പുരയിടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ചെയ്താൽ കുട്ടനാടിൻ്റെ ഈ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും.